എംബ്രിയോജനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ട്രിപ്പിൾ ഫ്യൂഷനും സിംഗാമിയും നടക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിംഗാമി വഴി ഉണ്ടാകുന്ന സൈഗോട്ടും ട്രിപ്പിൾ ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന എൻഡോസ്പേമും അടുത്ത സ്റ്റേജിലുള്ള ഡെവലപ്മെൻറ്റിൽ പങ്കെടുക്കുന്നു. എൻഡോസ്പേം ഉണ്ടാകുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിരവധി തവണ സെൽ ഡിവിഷൻ നടന്നിട്ടാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന എൻഡോസ്പേമാണ് വളർന്നു വരുന്ന എംബ്രിയോയുടെ ഭക്ഷണം. ഒരു നിശ്ചിത എമൗണ്ട് എൻഡോസ്പേം ഉണ്ടായതിനു ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. സൈഗോട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബിക്കംസ് multicellular embryo. The process of development of embryo from zygote is called embryogeny. ആവശ്യമായ ന്യൂട്രിയൻസ് എൻഡോസ്പേമിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. എംബ്രിയോ മെച്ചുറാവുന്നതിന് മുമ്പുള്ള ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. സൈഗോട്ട് ഈസ് ബിക്കമിങ് pro embryo becomes globular embryo becomes heart shaped embryo, and then it gets matured. At the starting, zygote is transversely divided into two daughter cells, one basal cell and one terminal cell. ഇങ്ങനെയുണ്ടാകുന്ന ടു സെൽഡ് എംബ്രിയോണിക് ടിഷ്യൂവിന് പറയുന്ന പേരാണ് പ്രോ എംബ്രിയോ. അടുത്ത ഘട്ടത്തിൽ പ്രോ എംബ്രിയോയുടെ ബേസൽ സെൽ സസ്പെൻസർ ടിഷ്യൂ ആവുകയും ടെർമിനൽ സെൽ ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറുകയും ചെയ്യും. ബേസൽ സെല്ലിൽ നിരവധി സെൽ ഡിവിഷൻസ് നടന്ന് നീളമുള്ള സസ്പെൻസർ ടിഷ്യൂ ആയി മാറുന്നു. ടെർമിനൽ സെല്ലാണ് ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻസ് നടന്ന് ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന മൾട്ടി സെല്ലുലാർ ഗ്ലോബുലാർ എംബ്രിയോ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ ആയി മാറുന്നു. ദിസ് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ബിക്കംസ് മെച്ചുർ എംബ്രിയോ. സസ്പെൻസറായി മാറുന്ന ബേസൽ സെൽ നിരവധി ഡിവിഷൻ നടന്ന് ഫിലമെൻ്റസ് ആയി മാറുന്നു എന്ന് പറഞ്ഞു. വിച്ച് പുഷസ് ദി ഡെവലപ്പിംഗ് എംബ്രിയോ ഇൻ ടു ദി എൻഡോസ്പേം ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഇറ്റ്. ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോയിൽ അതിനൊരു എംബ്രിയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻസും ഉണ്ടായിരിക്കും. The portion of the embryonal axis above the level of cotyledons is the epicotyle, and the epicotyle terminates with the plumule or stem tip. The cylindrical portion below the level of cotyledon is hypocotyle, that terminates at the lower end with the radicle. പിന്നീട് റൂട്ട് സിസ്റ്റം ആവുന്ന റാഡിക്കിളിൻ്റെ അറ്റം റൂട്ട് ടിപ്പ് എന്നറിയപ്പെടുന്നു. റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ് റൂട്ട് ക്യാപ്പ് ഓർ കാലിപ്ട്ര. ഒരു ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് യഥാർത്ഥ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇത് ചെറുപയർ സീഡാണ്. അത് രണ്ട് പാളികളായിട്ട് പൊളിക്കാം. ഓരോ പാളിയും കോട്ടിലിഡൻ എന്നറിയപ്പെടും. രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതൊരു ഡൈക്കോട്ട് സീഡ്. അതിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഒരു പ്ലാന്റിനെ നിങ്ങൾക്ക് കാണാം. ആ പ്ലാന്റിൻ്റെ അടിയിലേക്കുള്ള ഭാഗമാണ് റാഡിക്കിൾ, മുകളിലേക്ക് അതിൻ്റെ പ്ലൂമ്യൂൾ. നമുക്ക് ആ ലിറ്റിൽ പ്ലാന്റിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. വളരെ സ്ലോലി, വളരെ ഡെലിക്കേറ്റാണ്. സീ ദി ലിറ്റിൽ പ്ലാന്റ് അറ്റാച്ച്ഡ് ഓൺ ടു ദി കോട്ടിലിഡൻ. ഓക്കെ, now see the little plant at the tip of a needle. കോട്ടിലിഡൻസ് മാറ്റി കളഞ്ഞിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങൾ ലേബൽ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. റാഡിക്കിളിൻ്റെ അഗ്രഭാഗമാണ് റൂട്ട് ടിപ്പ്. റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ട് കാലിപ്ട്ര. റാഡിക്കിളും കോട്ടിലിഡൻ്റെ പൊസിഷനും തമ്മിലുള്ള ഇടയിലുള്ള ഭാഗമാണ് ഹൈപ്പോകോട്ടൈൽ. പ്ലൂമോളിൻ്റെയും പൊസിഷൻ ഓഫ് കോട്ടിലിഡൻസിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് എപ്പികോട്ടൈൽ. പ്ലൂമ്യൂൾ എൻഡ്സ് ഇൻ സ്റ്റെം ടിപ്പ്. രണ്ട് പ്രൈമറി ലീവ്സിനെയും നമുക്ക് കാണാം. ഗ്രീൻ ഗ്രാം സീഡിൻ്റെ ഡയഗ്രമാറ്റിക് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. Let's see
another example of scissor seed. ഒരു ഡൈക്കോട്ട് സീഡിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് സിസർ സീഡ്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം. തുറന്നു കഴിഞ്ഞാൽ 2 കോട്ടിലിഡൻസ്, ആ കോട്ടിലിഡൻസിൻ്റെ ഇടയിൽ നമുക്ക് എംബ്രിയോ കാണാം. വളർന്നുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ പ്ലാന്റിനെ കാണാം. 2 cotyledons which is rich of proteinaceous food materials stored for the growing embryo in between the cotyledons. എംബ്രിയോയുടെ ഒരു ഭാഗം കോട്ടിലിഡൻ്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഗ്രോയിങ് എംബ്രിയോയെ നമുക്കൊന്ന് വേർതിരിച്ച് എടുത്തു നോക്കാം. കോട്ടിലിഡൻസ് 2 എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഡൈക്കോട്ടിലിഡൺ സീഡ് എന്ന് പറയാം. വളരെ വ്യക്തമായി നമുക്ക് 2 കോട്ടിലിഡൻസും അതിനിടയിലുള്ള ഗ്രോയിങ് എംബ്രിയോയെയും കാണാം. ഇത് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. കോട്ടിലിഡൻസ് ഒഴിവാക്കി എന്തൊക്കെ പാർട്സാണ് ഈ ഗ്രോയിങ് എംബ്രിയോയ്ക്കുള്ളത് എന്ന് കാണാം. ഈ സ്ട്രക്ചർ വളരെ ഡെലിക്കേറ്റാണ്, വളരെ സൂക്ഷിച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എംബ്രിയോ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. മുകളിൽ ഉള്ള ഭാഗം പ്ലൂമ്യൂൾ, താഴെ റാഡിക്കിൾ. വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ആണ്. ഈ എംബ്രിയോ വളർന്നിട്ടാണ് ലിറ്റിൽ പ്ലാന്റായി, ലിറ്റിൽ പ്ലാന്റ് വളർന്ന് അഡൽട്ട് പ്ലാന്റായി മാറുന്നത്. വളരെ ചെറിയ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. വിരലുകളുടെ സൈസും എംബ്രിയോയുടെ സൈസും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഭാഗമാണ് പ്ലൂമ്യൂൾ, ഗ്രോയിങ് ലേറ്റർ becoming the shoot system, and the down part radicle which will become the root system. This picture shows scissor seed without the cotyledons. It has plumule, epicotyl, hypocotyl, radicle, etc. A typical dicot embryo. Now let us see the structure of a monocot embryo. Here we are taking an example of grass. മോണോകോട്ട് എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസും ഒരു കോട്ടിലിഡണും ഉണ്ടായിരിക്കും. ഈ സിംഗിൾ കോട്ടിലിഡൺ എംബ്രിയോണൽ ആക്സിസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് സ്ക്യൂട്ടല്ലം എന്ന് പറയും. എംബ്രിയോണൽ ആക്സിസും സ്ക്യൂട്ടല്ലവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തിന് പറയുന്ന പേരാണ് എപ്പിക്കോട്ടൈൽ. സ്ക്യൂട്ടല്ലവും എംബ്രിയോണൽ ആക്സിസിനും കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് താഴെ ഉള്ള ഭാഗം ഹൈപ്പോക്കോട്ടൈൽ. മോണോകോട്ട് പ്ലൂമ്യൂളിൻ്റെ പ്രത്യേകത അതിനെ കവർ ചെയ്തുകൊണ്ട് മറ്റൊരു ടിഷ്യൂ കൂടിയുണ്ട്. ആ ടിഷ്യൂവിന് പറയുന്ന പേരാണ് കോളിയോപ്റ്റൈൽ. അതുപോലെ റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കോളിയോറൈസ. In short, let's see the difference between dicot and monocot embryo. Dicot embryo with a long embryonal axis and 2 large, thick and fleshy cotyledons. But monocot embryo is an embryonal axis with a single thin lateral cotyledon called scutellum. Second difference is dicot embryoയിലെ കോട്ടിലിഡൻ്റെ അകത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. എന്നാൽ മോണോകോട്ട് എംബ്രിയോയുടെ കോട്ടിലിഡൻ തിൻ ആണ്, അതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ഇൻ ഡൈക്കോട്ട് എംബ്രിയോ എപ്പിക്കോട്ടൈൽ ടെർമിനേറ്റ്സ് വിത്ത് പ്ലൂമ്യൂൾ. എന്നാൽ മോണോകോട്ടിൽ എപ്പിക്കോട്ടൈൽ ടെർമിനേറ്റ്സ് വിത്ത് പ്ലൂമ്യൂൾ വിച്ച് ഇസ് കവേർഡ് ബൈ കോളിയോപ്റ്റൈൽ. ഡൈക്കോട്ട് സീഡിൽ ഹൈപ്പോകോട്ടൈൽ ടെർമിനേറ്റ്സ് വിത്ത് റാഡിക്കിൾ ആൻഡ് റൂട്ട് ക്യാപ്പ്. മോണോകോട്ട് സീഡിലാവട്ടെ
ഇങ്ങനെ തന്നെയാണ്, പക്ഷേ റാഡിക്കിൾ ആൻഡ് റൂട്ട് ക്യാപ്പ് ആർ കവേർഡ് വിത്ത് കോളിയോറൈസ. എംബ്രിയോജനി എന്താണെന്നും എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഡൈക്കോട്ട് സീഡിലും മോണോക്കോട്ട് സീഡിലും നടക്കുന്ന എംബ്രിയോ ഡെവലപ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. താങ്ക് യു ഫോർ യുവർ ഒബ്സർവേഷൻ. കൂടുതൽ വീഡിയോകൾക്കായി രാജു സയൻസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക.